ഇവിടെ എഞ്ചിനീയേഴ്സ് ആരൊക്കെ ഉണ്ട്? ഇല്ല. താത്ത ചുമ്മാ ചോദിച്ചാ, ഞാൻ കൊമേഴ്സ് ആണ്. അഹം ബ്രഹ്മാസ്മി. ഭക്ഷ്യച്ചങ്ങലയുടെ ഏറ്റവും താഴെയുള്ള ജീവി എന്ന് പറയുന്നത് മണ്ണിരയാണെങ്കിൽ പഠനച്ചങ്ങലയുടെ ഏറ്റവും താഴെയുള്ള ജീവി എന്ന് പറയുന്നത് കൊമേഴ്സുകാരാണ്. ഇത് പറഞ്ഞ ഞാനല്ല, എൻ്റെ അച്ഛനാണ്. അതായത് 10ാം ക്ലാസ് സമയത്ത് ഞാൻ പഠിപ്പിസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരാളായിരുന്നു. സ്റ്റാഫ് റൂമിൽ പോവുക, ചോക്ക് എടുക്കാനെന്നുള്ള വ്യാജേന പോയിട്ട് അവിടെ ചെന്ന് ടീച്ചറിനോട് പറയുക ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന്. അതുപോലെ തന്നെ എൻ്റെ ചങ്ക് കൂട്ടുകാരി കേട്ടോ, അവൾ വന്ന് 2 മാർക്ക് ഇംഗ്ലീഷ് പേപ്പറിന് കൂടുതലാന്ന് പറയുമ്പോൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് അത് കുറപ്പിക്കുക. പിന്നെ ടെസ്റ്റിൻ്റെ തലേ ദിവസം ഇരുന്ന് 2-3 തവണയൊക്കെ റിവിഷൻ ചെയ്തിട്ട് പിള്ളേരെ വിളിച്ചിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ഏതാനും ചില കുലസിത പ്രവൃത്തികൾ. അങ്ങനെ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു. എനിക്ക് 86% മാർക്ക്. വൻ പൊളി, എനിക്ക് സന്തോഷം. പക്ഷെ സന്തോഷം നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് നിലനിർത്താൻ പറ്റില്ല, നമ്മൾ 2 പേരെ വിളിച്ച് പറയണം. അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് പിള്ളേരെയൊക്കെ വിളിച്ചു, ഹലോ എങ്ങനെയുണ്ട്, മാർക്കൊക്കെ എങ്ങനെയുണ്ട്? ചട്ടിക്ക് എണ്ണം കൊടുത്ത് നടന്നവന്മാർക്ക് വരെ 90-ന് മേലെ മാർക്ക്. ഞാൻ തകർന്നുപോയി. അതായത് ഷോട കുടിച്ച ഗ്യാസ് വരും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ വീട്ടിൽ ദുരന്തം വന്നാൽ റോസമാൻറ്റി വരും. അമ്മയുടെ വളരെയധികം ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ഇന്നും മണത്തെറിഞ്ഞു വന്നു. എന്നിട്ട് അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ മോളെ, വിചാരിച്ചത്രയും മാർക്ക് കിട്ടിയില്ലല്ലോ. സാരമില്ല. പിന്നെ രവിച്ചേട്ടാ, ഷിബിൻ മോന് 92% മാർക്കുണ്ട്. അവൻ ഏത് ഗ്രൂപ്പ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനില്ല ഇപ്പം. പിന്നെ മോക്ക് പ്രശ്നമില്ലല്ലോ, ഏത് ഗ്രൂപ്പും. ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കും, ഞാൻ ദൈവമാണ്, അഹം ബ്രഹ്മാസ്മി. കാരണം മനുഷ്യനെ കൊണ്ട് താങ്ങൂല. അതെല്ലാം കഴിഞ്ഞ് ആൻറ്റി പോയി. ഞാനിങ്ങനെ ആലോചിച്ചു, 10ാം ക്ലാസ് എന്ന വൻമരം വീണു, ഇനി എന്ത്? ഇനിയും ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് എല്ല് മുറിയെ പണിഞ്ഞാൽ പല്ല് മുറിയെ തിന്നാവുന്നായിരുന്നു. പക്ഷെ ഇത് വാർക്കപ്പണിയിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി മുതലുള്ള ജീവിതം ഉഴപ്പി തീർക്കും, കൊമേഴ്സ് എടുക്കാം. പക്ഷെ നിങ്ങൾ ഒരു തീരുമാനവും തീരുമാനിക്കുന്നില്ല. നമ്മൾ ഓരോ വലിയ ലൈഫ് ഡെസിഷൻസും ഷോപ്പിംഗ് കാർട്ടിൽ ഇടുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കണം, ഇതിന്റെ ക്രെഡിറ്റ് കാർഡ് അച്ഛൻ്റെയാണ്, OTP വരുന്നത് അമ്മയുടെ ഫോണിലാണ്. അതുകൊണ്ട് ഞാൻ ഫുള്ളൊരു അന്ന് അതായത് എഞ്ചിനീയറും ഡോക്ടേഴ്സും ആയിരുന്നു ട്രെൻഡിങ്, അങ്ങനെ ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് പഠിച്ച് എൻ്റെ അമ്മയുടെ അടുക്ക പോയി പറഞ്ഞു, അമ്മ എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് IAS ഓഫീസർ ആവണം. അതിൻ്റെ ആദ്യ പടിയായി ഞാൻ കൊമേഴ്സ് എടുക്കുന്നു. അമ്മ ഫ്ലാറ്റ്, പിന്നെ അച്ഛൻ്റെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ പ്രോസസ്സാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്കൂൾ ബോയ് പറഞ്ഞു, ആദ്യത്തെ റോയിൽ സയൻസ് മാത്സുകാർ, രണ്ടാമത്തെ റോയിൽ കമ്പ്യൂട്ടറുകാർ, മൂന്നാമത്തെ റോയിൽ അതായത് ലാസ്റ്റ് റോയിൽ കൊമേഴ്സുകാർ അഡ്മിഷന് നിൽക്കേണ്ടതാണ്. ഈ ലാസ്റ്റ് റോയിൽ കൊമേഴ്സുകാർ അഡ്മിഷന് നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് 60 ഡെസിബിളിലാണെങ്കിൽ അത് വന്ന് എൻ്റെ അമ്മയുടെ ഇയർ ഡ്രമ്മിൽ തട്ടിയത് 80 ഡെസിബിൾ, നേരെ 1.5x ഹൃദയത്തിലേക്ക്, എന്നിട്ട് 110 ഡെസിബിളിൽ വെളിയിലോട്ട്. അതെ, എൻ്റെ മോള് കൊമേഴ്സ് എടുക്കുന്നത് ഉഴപ്പാനല്ല, അവക്ക് IAS ഓഫീസർ ആവണം. ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ സോങ് പ്ലേയിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ എനിക്ക് പരാതികളൊന്നുമില്ല. അത്രയും കാലം പട്ടിവിലയായിരുന്ന, നോ ഒഫൻസ് ടു ഡോഗ് ലവേഴ്സ്, ആ സ്കൂളിൽ എനിക്ക് ബഹുമാനം എന്ത് എന്ന് മനസ്സിലായത് അന്നാണ്. കാരണം അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ ചോക്കൊക്കെ എടുക്കാൻ ചെന്നാൽ ഉടനെ ടീച്ചേഴ്സ് പറയും, എന്തിനാ മോളെ നീ ഇങ്ങോട്ട് വന്ന്, ഞങ്ങൾ അങ്ങോട്ട് ചോക്ക് വിടില്ലായിരുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വിട്ടാൽ പോരായിരുന്നോ, ചോക്ക് ബോക്സോടെ തരായിരുന്നല്ലോ. പക്ഷേ എല്ലാ കള്ളിയും ഒരു നാൾ വെളിച്ചത്ത് വരും. അതായിരുന്നു എൻ്റെ BCom സമയം. BCom എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ IAS ട്രെയിനിങ്ങിനൊന്നും പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉടായ്പ മണത്തു. അന്ന് ആദ്യത്തെ അവധിക്ക് ഞാൻ വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ കയറുന്നതിന് മുന്നേ ഒരവശബ്ദം, റോസമാൻറ്റി. പുള്ളിക്കാരുടെ തല 90 ഡിഗ്രി എന്നിലേക്ക് നോക്കി നിൽക്കുന്നു. അതായത് അവർക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. കയറി വന്നില്ല അതിനു മുന്നേ, മോളെ
IAS കോച്ചിങ്ങിന്റെ ഇടയ്ക്ക് ചാടി പോകുന്നതായിരിക്കും അല്ലയോ? ഞാൻ അഹം ബ്രഹ്മാസ്മി. പിന്നെ രവിചേട്ടാ, ഷിബിൻ മോൻ നീറ്റ് കോച്ചിങ്ങിന് പോവാ. അവന് കാർഡിയാക് സർജൻ ആവണമെന്ന ആഗ്രഹം. പിള്ളേർക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലയോ? അങ്ങനെ ഒരു ബോംബ് ഇട്ടിട്ട് റോസമാൻഡി അവിടുന്ന് പോയി. ഞാൻ എന്തായാലും വിട്ടുകൊടുത്തില്ല. BCom നല്ല ഒന്നാന്തരമായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സാമാന്യം ഇവിടുത്തെ യുവജനങ്ങളെ പോലെ തന്നെ എനിക്കും ഒരു നല്ല ജോലി കിട്ടിയില്ല. ഒടുവിൽ എനിക്ക് മനസ്സിലായി MBA എടുത്തേ തീരുന്നു. അങ്ങനെ MBA എടുക്കാൻ ഞാൻ പോയി. MBA എടുക്കാൻ പോകുമ്പം MBAയുടെ BBAയുടെ അഡ്മിഷൻ ഒരുമിച്ച് നടക്കുക. അപ്പം നമ്മൾ ജൂനിയേഴ്സിനൊക്കെ ഒന്ന് പോയി കാണണമല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് കണ്ടപ്പോൾ ഒരു പരിചിതമായ മുഖം. ആരാ? ഷിബിൻ മോൻ. എന്റെ മനസ്സിൽ പ്രഭു ക്യാ ഹുവാ? നീറ്റ് എക്സാം ഒക്കെ പൊട്ടി ആകെ സങ്കടപ്പെട്ട് BBAയുടെ അഡ്മിഷന് വന്നേക്കുക. ഞാൻ അങ്ങോട്ട് 0.5x നടന്നു നീങ്ങി. പക്ഷേ തൊട്ടപ്പുറത്ത് റോസമാൻഡി, അവരുടെ മുഖം 90 ഡിഗ്രി എന്നിൽ നിന്ന് മാറി. അതായത് അവർക്ക് എന്നോട് മിണ്ടുവേ വേണ്ട. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, ആൻറ്റി ഹാർട്ട് ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് ഇടവേള കിട്ടിയപ്പോൾ ചാടി പോകുന്നതായിരിക്കും അല്ലയോ? ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ, ഇത്തരം മൊമെന്റ്സ് ഇതിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. ഈ മൊമെന്റ്സിലാണ് നമുക്ക് ശരിക്കും തോന്നുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ദൈവമാകുന്നു. Once upon a time.